തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 17-ാം ദിനം. ദൈവം മനുഷ്യനുമായി സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ, ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനെ പോലെയായി. മനുഷ്യനെ പോലെ സംസാരിച്ച് മനുഷ്യന് ഒപ്പമായതിലുള്ള ഏറ്റവും വലിയ ഓർമ്മ ആചരണമല്ലേ ക്രിസ്മസ്. തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ ഓർമ്മയാണ് ഓരോ ക്രിസ്മസും. നമ്മുടെ ദൈവം ആകാശത്തിൽ വാനമേഘങ്ങൾക്ക് മുകളിൽ കഴിയുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമ്മളോടൊപ്പം നമ്മളിൽ ഒരുവനായി നമ്മെ രക്ഷിക്കുവാൻ, നമ്മളോട് സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ നമ്മളോടൊപ്പം വസിക്കുന്ന ദൈവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ക്രിസ്മസ് ദിനവും. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ക്രിസ്തുവാണ്, മറ്റൊരു ആഘോഷങ്ങളുമല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് മാലാഖമാർ പാടിയത് ഇങ്ങനെയാണ്: ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു സന്തോഷത്തിൻ്റെ സത്വാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നു. ആട്ടിടയന്മാരെ പോലെ ഈ സത്വാർത്ത ശ്രവിക്കുവാൻ നമുക്കും ബത്ലഹേമിലെ പുൽക്കൂട്ടിലേക്ക് യാത്രയാകാം. പുൽക്കൂട്ടിലെ ക്രിസ്തു നമ്മോട് പറയുന്നത്, ഞാൻ സത്യമാണ്, വഴിയാണ്, ജീവനാണ് എന്നാണ്. ഈ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ സ്വീകരിച്ച് ജീവൻ്റെ അപ്പമായി ജീവിക്കുവാനാണ് പുൽക്കൂട്ടിൽ ഉണ്ണിയേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണിയേശുവേ, എൻ്റെ ജീവിത വഴികളിൽ എനിക്ക് കൂട്ടായിരിക്കണമേ. സ്തുതിയായിരിക്കട്ടെ.